2018 ആ സ്ഥാപനത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് റിസൈൻ ചെയ്യാതെ പോരേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്ന് മുതൽ വേണമെങ്കിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ഒരുപക്ഷെ നിങ്ങളോട് പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാവും. ആ രീതിയിലായിരുന്നു നമ്മളെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുമെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏകദേശം 5 വർഷത്തോളം ഞാൻ ഈ വിഷയം ആരോടും പറയാതിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ അതേ ദുരനുഭവങ്ങളുള്ള ഒരുപാട് കുട്ടികളുടെ രക്ഷിതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്ന സമയത്ത് എന്നെ അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഷിയാബ് ഓൾറെഡി 1 വർഷം ഈ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ സർക്കിളിലുള്ള ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്. കാരണം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് പോലും വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കും. ഞാൻ തെളിവ് സഹിതം എനിക്ക് പറയാൻ പറ്റും. കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുമെന്ന് ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കലി നിങ്ങൾ അത്ര ഫിറ്റ് അല്ലാത്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാനില്ലാത്ത ഒരാൾ, അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എൻ്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാലം ഞാൻ പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അമ്മമാരിത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്.